പെറ്റ് സ്റ്റോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. ഒരു പുതിയ പദം അല്ലെങ്കിൽ നമുക്കൊക്കെ ഫെമിലിയറായ ഒരു ടേം അല്ലെങ്കിൽ വാക്കുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ടോക്ക് ആരംഭിക്കുന്നത്. സൈലൻറ്റ് കില്ലർ. അതിൻ്റെ അർത്ഥം നമുക്ക് ഏവർക്കും അറിയാം. വളരെ സാവധാനം ഒരാളെ മരണത്തിലേക്ക് നയിക്കുന്ന എന്തിനേയും നാം സൈലൻറ്റ് കില്ലർ എന്ന് പറയും. ഇത്തരത്തിൽ ഡോഗ്സിലുമുണ്ട് സൈലൻറ്റ് കില്ലർ. സൈലൻറ്റ് കില്ലർ എന്ന ഡോഗ്സിനെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപക്ഷെ ഓണറോ പെറ്റോ അല്ലെങ്കിൽ നമ്മുടെ നായയോ പോലും അറിയാതെ തന്നെ നായയെ മരണത്തിലേക്ക് നയിക്കുന്ന വളരെ സാധാരണമായ ഒരു രോഗമാണ് കിഡ്നി ഡിസീസസ് അല്ലെങ്കിൽ വൃക്ക രോഗങ്ങൾ. വൃക്കകളുടെ പ്രവർത്തനം ശരീരത്തിലെ രക്താണുക്കളെ അല്ലെങ്കിൽ RBCs റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഉൽപ്പാദനത്തിനും അതുപോലെ കാൽഷ്യം മെറ്റബോളിസത്തിനും ഏറെ സഹായിക്കുന്ന ഒരു ശരീരത്തിലെ ഓർഗനാണ് കിഡ്നീസ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള വൃക്ക രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അണുബാധ മൂലം വൃക്ക രോഗമുണ്ടാവാം. വൃക്കകളുടെ ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന അന്യപദാർത്ഥങ്ങൾ മൂലം വൃക്കരോഗം ഉണ്ടാകാം. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. അണുബാധയെ തുടർന്നുണ്ടാകുന്ന വൃക്കരോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി നാം പറയുന്ന നായ്ക്കളിലുണ്ടാവുന്ന ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനിയാണ്. നമുക്കറിയാം, ഈ രോഗം നായ്ക്കളിലേക്ക് എത്തുന്നത് എലിമൂത്രം വീണ് മലിനമായ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളിലൂടെയോ ആണ് ഈ അണുക്കൾ, ലെപ്റ്റോസ്പൈറ അണുക്കൾ നായയുടെ ശരീരത്തിലെത്തുക. ഈ അണുക്കൾ നായയുടെ കിഡ്നിയെ വളരെ സാരമായി ബാധിക്കുന്നു. എന്നാൽ പലപ്പോഴും ലക്ഷണങ്ങൾ പ്രകടമാക്കാതെ ഒരു പക്ഷേ മാസങ്ങൾ നായ ജീവിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ നായയുടെ കിഡ്നിയെ ബാധിക്കുന്ന രോഗം മൂർച്ഛിക്കുമ്പോഴായിരിക്കും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. രണ്ടാമതായി ഞാൻ പറഞ്ഞ മറ്റൊരു കാരണമെന്ന് പറയുന്നത് രോഗാണുക്കൾ കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന മറ്റൊരു കാരണം എന്നുള്ളത് ശരീരത്തിലേക്ക് എത്തുന്ന അന്യപദാർത്ഥങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, അതുപോലെ തന്നെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മുന്തിരി, ചില ഭക്ഷ്യവസ്തുക്കളായ മുന്തിരി, ഉണക്കമുന്തിരി, വെളുത്തുള്ളി, സവാള, മയോണീസ്, ചോക്ലേറ്റ്, മദ്യം, ഇതെല്ലാം കിഡ്നിയുടെ പ്രവർത്തനത്തെ വളരെ ദോഷകരമായി ബാധിക്കുകയും പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതിന് ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ടാണ് നാം ഇത്തരത്തിലുള്ള കിഡ്നി ഡിസീസസിനെ സൈലൻറ്റ് കില്ലർ എന്ന് നാം പറയുന്നത്. ഏത് പ്രായത്തിലുള്ള നായ്ക്കളെയും ഇത്തരത്തിലുള്ള കിഡ്നി ഡിസീസ് ഉണ്ടാവാം. എങ്കിൽ പോലും 10 മുതൽ 14 വയസ്സ് വരെയുള്ള നായ്ക്കളിലായിരിക്കും കൂടുതലായും ഇത്തരത്തിലുള്ള കിഡ്നി ഡിസീസസ് ഉണ്ടാകാറ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിളറിയ മോണ, വിശപ്പില്ലായ്മ, വായ്ക്കുള്ളിൽ അൾസറുകൾ, അതുപോലെ വയറിളക്കം, മന്ദത തുടങ്ങിയ ലക്ഷണങ്ങൾ നമ്മുടെ നായ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള വൃക്കരോഗങ്ങളുടെ ഒരു തുടക്കമാകാം. അതോടൊപ്പം തന്നെ ഇടവിട്ട് മൂത്രം പോവുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, മൂത്രത്തിൽ രക്തം കലരുക തുടങ്ങിയ ലക്ഷണങ്ങളും നമ്മുടെ നായ കാണിച്ചിരിക്കും. കൂടുതൽ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ അളവിൽ കുറഞ്ഞ രീതിയിൽ നായ വെള്ളം കുടിക്കുകയോ ചെയ്താൽ നമുക്ക് അതും ഒരു വൃക്കരോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ രോഗം ലക്ഷണങ്ങൾ പ്രകടമാകണമെങ്കിൽ കുറേ സമയമെടുക്കും അല്ലെങ്കിൽ മാസങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെയാണ് നാം ഇതിനെ സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത്. 3-4 മാസങ്ങൾക്ക് ശേഷം ഈ രോഗം തിരിച്ചറിഞ്ഞില്ല
എന്നുണ്ടെങ്കിൽ ഇത് നായയ്ക്ക് മാരകമായി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രോഗലക്ഷണങ്ങളിൽ നിന്നും ഒരു പക്ഷേ പൂർണ്ണമായ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. ബ്ലഡ് ടെസ്റ്റുകൾ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് CBC ആണ് സാധാരണ ഈ രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ബ്ലഡ് ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ്റെ ലെവൽ നോക്കിയാണ് ഇത് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതോടൊപ്പം അൾട്രാസൗണ്ട് സ്കാനിങ്ങും രോഗനിർണയത്തിനായി ഉപയോഗിക്കാറുണ്ട്. രോഗചികിത്സ പലപ്പോഴും ഫലപ്രദമാകാറില്ല. മരണത്തിലേക്ക് തന്നെ നായയെ ഈ രോഗം കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗം വരാതെ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പോഷകസമ്പുഷ്ടമായ ആഹാരവും മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ പെറ്റ്സിന് ഒഴിവാക്കേണ്ടതായ ആഹാരങ്ങൾ നമ്മുടെ നായ കഴിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുകയും ശുചിത്വ പരിപാലനവും പരിസരവും മറ്റും വൃത്തിയായി സൂക്ഷിക്കുക. നായയുടെ കൂടും നായ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ സൈലൻറ്റ് കില്ലറിൽ നിന്ന് നമ്മുടെ നായയെ നമുക്ക് രക്ഷിച്ചെടുക്കുവാൻ കഴിയും. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ ബൈ.